ിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വരുമാന മാർഗങ്ങളിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും അടിസ്ഥാനപരമായ വ്യവസ്ഥാപിതമായ ഒരു രൂപത്തിലാണ് ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം മറ്റ് മതങ്ങളൊക്കെ മതങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് അല്ലാഹു തആല പറയുന്ന വലിയൊരു കൽപ്പന, നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനൊക്കെ കൽപ്പിച്ചതുപോലെ അല്ലാഹു തആല പറയുന്ന ഒരു കൽപ്പനയാണ് ഞാൻ ഓതി വെച്ചത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗം റസൂലുള്ളാഹി തങ്ങൾ അല്ലെങ്കിൽ ആദ്യ പ്രവാചകരായ ആദം നബി അലൈഹിസ്സലാം തുടങ്ങി അവസാനത്തെ പ്രവാചകരായ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അതിൻ്റെ ഇപ്പുറം നമ്മുടെ മശായിഖന്മാരിലൂടെ ഉസ്താദുമാരിലൂടെ നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പാശത്തെ, ഈ കയറിനെ, ഈ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതിൽ നിന്ന് ആ കയറിന്ന് പിടുത്തം വിടരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിരന്തരം ആഹ്വാനം ചെയ്യുകയാണ്. ആ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മളെല്ലാ കളിയും കഴിഞ്ഞു. ആ പിടുത്തത്തിലാണ് നമ്മൾ പോവേണ്ടത് എന്ന് നമ്മൾ ആ പിടുത്തം വിടുന്നു. അതോടുകൂടെ നമ്മൾ ഈ മാർഗത്തിൽ നിന്ന് പോയി, അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുറന്ന് പറയുന്നത്, വലാ തഫറഖു, നിങ്ങൾ ചിഹ്ന ഭിന്നമാകരുത്. നിങ്ങൾ പാർട്ടികളായി, ഗ്രൂപ്പുകളായി, പല വിഭാഗങ്ങളായി ചിഹ്ന ഭിന്നമാവരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ എത്രമാത്രം വലിയ ശത്രുതയിലും തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിലും കഴിഞ്ഞ വിഭാഗങ്ങളാണ്. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ അല്ലാഹു തആല ഒന്നാക്കിയില്ലേ. നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുക, നമ്മൾ ആലോചിക്കുക. വെറും മക്കയിലെ മദീനയിലെ ഗൗസ് ഖസ്റജുകാർ തമ്മിലുള്ള ഒരു ഒട്ടകത്തിന്റെ ഗോത്രം, ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ മേച്ചിൽ സ്ഥലത്ത് ചെന്ന് മേഞ്ഞു എന്ന കുറ്റത്തിന് 40 കൊല്ലം യുദ്ധം ചെയ്യുകയും 70,000 മനുഷ്യന്മാർ, ഇക്കാലത്ത് 70 ലക്ഷം 70 കോടി എന്ന് പറയാൻ പറ്റണ അക്കാലത്ത് 70,000 ആളുകളെ കൊല്ലുകയും ചെയ്ത ദുഷ്ടന്മാരാണ് ഈ ഹൗസ് ഖസ്റജ് എന്നൊക്കെ പറഞ്ഞത്. എന്താ കുറ്റം? ഒരു വിഭാഗത്തിന്റെ ഒട്ടകത്തിന് ഇത് അറിയില്ലല്ലോ ഇത് മറ്റവരുടെ മേച്ചിൽ സ്ഥലമാണ്, അവരുടെ മേച്ചിൽ സ്ഥലത്ത് എന്ന് മേഞ്ഞുതാ കുറ്റം. ഇന്ന് അതേപോലെയാണ് നമ്മുടെ ലോകം. നമ്മൾ അനുഭവിച്ചത് അതുപോലെ തന്നെ. നമ്മുടെ കേരളക്കര ജാതീയമായ നുഖത്തിന്റെ കീഴിൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ട് ചതച്ചു കൊല്ലപ്പെടുകയാണ്. ഇന്നും ലോകത്ത്, കേരളത്തിന്റെ പുറത്ത്, കേരളത്തിലും വാളയാറൊക്കെ നടന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. മുസ്ലിമാണ് വിചാരിച്ചിട്ട് കൊന്നതാണ്, ബംഗ്ലാദേശിയാണ് വിചാരിച്ചിട്ട് കൊന്നതാ, അബദ്ധത്തിൽ ചത്തത് ഹിന്ദു ആയി പോയി എന്ന കുറ്റം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഹിന്ദു ബംഗ്ലാദേശി അല്ലെങ്കിൽ അവർ കൊല്ലും. കാരണം മധ്യപ്രദേശിലെ ഒരു കൊല ഞാൻ കണ്ടില്ല, കാണാൻ തുടങ്ങിയ വഴിക്ക് എളുപ്പം ഞാൻ മൊബൈൽ അങ്ങോട്ട് തിരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി. കാരണം എനിക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ തലയിലേക്ക് വലിയൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ കിടക്കണ മനുഷ്യന്റെ തലയിൽ കൊണ്ടുപോയി ഇടണ എന്താ പ്രശ്നം? മറ്റൊരു RSSകാരാണ്, ഇവൻ താഴ്ന്ന ജാതിക്കാരനാണ്, ദലിതാണ്, ചർമ്മനാണ്, പുലയനാണ്. അതിന്റെ പേരിൽ മനുഷ്യന്മാരെ മൃഗങ്ങളെക്കാളും, ഒരു കൊതുകിനെ കൊല്ലുന്നതിനേക്കാളും ലാളിത്യത്തോടുകൂടെ വളരെ നിർവികാരതയോടുകൂടെ കൊന്നുകൂട്ടുന്ന ദുഷ്ടന്മാർ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പെണ്ണ്, ഒരു ഹരിജൻ പെണ്ണ്. ആ പെണ്ണിന്റെ അച്ഛൻ, അയാളുടെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ആക്കിയിട്ടിരുന്നു, ഇന്നലെയൊക്കെ. അതിന്റെ അച്ഛൻ AP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കറുത്തിട്ട് കരിവാളിച്ചിട്ട് നമ്മൾ ബിഹാരിനൊക്കെ പറയുമല്ലോ എന്നതുപോലെ കറുത്തൊരു മനുഷ്യനാണ്. അയാളെ പിടിച്ചിട്ട്, അയാൾ ഒരു പണിയില്ലാതെ നടന്നിരുന്ന, പേപ്പർ വിറ്റ് നടന്നിരുന്ന ഒരാളാണ്. അയാളെ പിടിച്ചിട്ട് പാണക്കാട്ടുകാർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതാണ്. സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് മാത്രമല്ല, അയാളുടെ മുസ്ലിം ലീഗുകാരനാക്കി. അവസാനം അയാളുടെ വീട്ടിൽ എന്ത് നടക്കണമെങ്കിലും തങ്ങൾ പോകണം. പാണക്കാട്ടെ തങ്ങളില്ലാതെ ഒന്നും അയാളുടെ വീട്ടിൽ നടക്കൂല. ചർമ്മനാട് വിചാരിച്ചിട്ട് തങ്ങൾ പോകാതിരിക്കൂലല്ലോ. അയാളുടെ എല്ലാ കാര്യം തങ്ങളാ നടത്തിയത്. അങ്ങനെ എല്ലാ കാര്യം നടത്തി അവസാനം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കിയ അയാളെ അച്ഛനെ, AP ഉണ്ണികൃഷ്ണനെ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ലീഗിന് വേണ്ടി പ്രസംഗിച്ച് നടന്നിരുന്ന നല്ലൊരു മനുഷ്യൻ. അയാള് ജില്ലാ പ്രസിഡന്റ് ആക്കുന്ന അയാൾക്ക് തോന്നിയിട്ടില്ല. ജില്ലാ
പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവും, ജയിച്ചാലും ആക്കൂലല്ലോ. മുസ്ലിങ്ങൾക്കല്ലേ ഭൂരിപക്ഷമുള്ള, അവിടെ ഹരിജനൊന്നും വേണമെന്നില്ല. അതിൽ പ്രസിഡന്റ് ആണെന്നും പറഞ്ഞ് ആക്കിയപ്പോ മൂപ്പരി ഇരുന്ന സീറ്റ് നണിച്ചിട്ട് അയാൾ തന്നെ പറയാതെ ഞാൻ ഇരുന്ന സീറ്റ് നണിച്ചിട്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോയിട്ട് കെട്ടിപ്പിടിച്ചു. ഞാൻ ആ ഫോട്ടമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ശിഹാബ് തങ്ങളുടെ ഫോട്ടം. കാരണം എൻ്റെ ഒപ്പം ഇരുന്നിട്ട് മറ്റു ജാതിക്കാർ തിന്നൂല, എന്നെ ഒരു വീട്ടിൽ കയറ്റൂല. സവർണ ജാതിക്കാര് മറ്റുള്ള ആളുകൾ ആരും എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇഷ്ടപ്പെടൂല. എൻ്റെ അപ്പന്മാരും എൻ്റെ അമ്മമാരും ഒക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ പണിക്ക് പോണ വീട്ടിൽ അവർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് ചേമ്പിന്റെ ഇല, അല്ലെ, ചേമ്പിന്റെ ഇല നിലത്ത് കുഴി കുത്തിയിട്ട് ആ ഇല അതിൽ വിരിച്ചിട്ട് അതിൽ കഞ്ഞി കൊടുത്തിട്ട് അതിൽ ചപ്പത്തി ഇട്ട് കൊടുത്തിട്ട് അത് വാരി തിന്നിട്ട് ആ വെള്ളവും കുടിച്ചിട്ട് ജീവിച്ചവരാണ് ഇവരുടെയൊക്കെ പിതാക്കന്മാര്. അങ്ങനത്തെ AP ഉണ്ണികൃഷ്ണനെ പിടിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കി, ലോകത്ത് അംഗീകരിക്കപ്പെടുന്നവനാക്കി, കുടുംബത്തിലെ അംഗമാക്കി, കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇപ്പൊ അതേപോലെ കണ്ടോ? അതേപോലെ തന്നെ ഇപ്പോ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, അയാളുടെ മകൾ അഡ്വക്കേറ്റാണ്, ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ തവനൂര് മണ്ഡലത്തിൽ നീ മത്സരിക്കണം എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു പറയാം. അവള് വിചാരിച്ചിട്ടുന്നില്ല, അവള് ജയിച്ചു. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവള് ജയിച്ചപ്പോ അവര് അതോടൊക്കെ തീർന്നു എന്ന് അവള് വിചാരിച്ചത്. ഇന്നലെ വിളിച്ചിട്ട് തങ്ങൾ അവളോട് പറഞ്ഞു നീയാട്ടോ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. അവിടെ ജനറലാണ്, ആണുങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ആകാം, പ്രസിഡന്റ് ആകാം, വൈസ് പ്രസിഡന്റ് ആകാൻ പറ്റും. എന്നാലും പറ്റൂല AP ഉണ്ണേഷന്റെ മകൾ ആവട്ടെ, ഈ സന്ദർഭത്തിൽ നീ തന്നെ ആവണ്ട്. ഞാനോ എന്ന് ഇവള് വീണ്ടും ചോദിക്കുമ്പോ തങ്ങൾ പറയാ നീ തന്നെ ആവേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ സമുദായം. നമ്മൾ അങ്ങനത്തെ ഒരു സമുദായം, ജാതിയും മതവും മറ്റുള്ള രൂപത്തിലുള്ള വർഗവും വർണ്ണവും ദേശവും പല പേര് പറഞ്ഞിട്ട് അകറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളെ മുഴുവൻ കൂട്ടുപിടിച്ചിട്ട് ഒന്നാക്കിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ അനൈക്യങ്ങളും എല്ലാ ഛിദ്രതകളും ഇല്ലാതാക്കിയിട്ട് നിങ്ങളെ ഒന്നാക്കി ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളെ പോലെ സാഹോദര്യത്തിലാക്കിയത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഫഅസ്ബഹതും ബിനിഅമത്തില്ലാഹി ഇഖ്വാന, അങ്ങനെ നിങ്ങൾ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ സഹോദരന്മാരായി. വെറുതെ പറയല്ല എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയലല്ല ഇത്. അങ്ങനെ ആക്കി പരസ്പരം സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരൊറ്റ മാതാപിതാക്കളുടെ മക്കളെ പോലെ ആക്കി തീർത്തു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈ ഇണക്കമുണ്ടാക്കിയത് ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഇസ്ലാം പ്രീച്ച്ഡ് ടു ദ വേൾഡ് ദ ഗോസ്പൽ ഓഫ് ബ്രദർഹുഡ്. ലോകത്തോട് സാഹോദര്യ ബോധത്തിന്റെ ആ മതബോധനം, അല്ലെങ്കിൽ അതിന്റെ ബൈബിള്, അതിന്റെ മതബോധനം നൽകുന്ന ഗ്രന്ഥമാണ്. മതബോധനം നൽകുന്നത്, ആ മതദർശനം നൽകുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാമാണ് ലോകത്തിന് സാഹോദര്യ ബോധം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ഗാന്ധിജി പറഞ്ഞു. അതുകൊണ്ടാണ്, കാരണം അയാൾക്ക് ബോധം ഉണ്ടായിരുന്നു, ഈ സംഘികളെ പോലെയല്ല. അതുകൊണ്ട് അയാൾക്ക് ബോധമുണ്ട്, അയാൾ മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു ഇസ്ലാമാണ് ലോകത്ത് സാഹോദര്യ ബോധം എന്ന് പറയുന്ന ഒന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന്. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ പ്രത്യേകത ഖുർആൻ പറയാ. അവരുടെ പ്രത്യേകത അവരുടെ സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിനാണ് അവർ മുൻഗണന കൊടുക്കുക. ഞങ്ങൾ കുടിച്ചില്ലെങ്കിലും വിരോധമല്ല, തിന്നില്ലെങ്കിലും വിരോധമല്ല, പട്ടിണി കിടന്നാലും വിരോധമല്ല. അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല, അയൽവാസി പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് ലോകത്തിന്റെ സ്വഭാവം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിന് നൽകുന്ന എന്തും കൊടുക്കും, ആർക്കും കൊടുക്കും, കൊടുക്കാൻ ഒരു മടിയുമില്ല. ആരുടെ ഒന്നും ആഗ്രഹിക്കൂല, എല്ലാം മറ്റുള്ളവരുടെ ഒന്നും പിടിച്ചെടുക്കൂല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന്റെ എല്ലാം മറ്റു മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. ദമുഹു, അവന്റെ രക്തം, അവനെ വേദനിപ്പിക്കൽ, അവനെ തല്ലൽ, വഇർളുഹു, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ അവനെ ചീത്ത പറയൽ, വമാലുഹു, അവന്റെ മുതല് പിടിച്ചെടുക്കൽ, പറ്റിക്കൽ, എല്ലാം ഹറാമാണ്. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈ രൂപത്തില് ലോകത്തെ കീഴടക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് കഴിഞ്ഞത്. ഈ ഗുണങ്ങളൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകം കണ്ട വലിയ ബുദ്ധിജീവിയായി ലോകം വിലയിരുത്തുന്ന ഇന്ത്യ കണ്ട വലിയ ഒരു സ്ത്രീയായ സരോജിനി നായിഡു പറഞ്ഞത്, ഐ ഹാവ് ബീൻ സ്ട്രക്ട് ഓവർ ആൻഡ് അഗൈൻ ബൈ ദിസ് ഇൻഡിവിസിബിൾ യൂണിറ്റി ഓഫ് ഇസ്ലാം.
ഞാൻ പലപ്പോഴും സ്തംഭിച്ചു പോയിട്ടുണ്ട്. ഈ വേർതിരിവില്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത, വലുപ്പ ചെറുപ്പങ്ങളില്ലാത്ത ഇസ്ലാമിന്റെ സാഹോദര്യം കണ്ടിട്ട് ഞാൻ ആകെ അന്താളിച്ചു പോയിട്ടുണ്ട് എന്ന് സരോജിനി നായിഡു എഴുതി വെച്ചതും അതുകൊണ്ടാണ്. അതാണ് ഇസ്ലാം. ആ നിലയിലാണ് ഇസ്ലാം ലോകത്ത് വളർന്നു വന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിക സന്ദേശം ഉണ്ടായത്. ഞാൻ ചുരുക്കട്ടെ. ഇപ്പോഴോ എന്നിട്ട് ആ ഇസ്ലാമിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ ആലോചിക്കണം. ആ ഇസ്ലാം ഇന്ന് പല വിഭാഗങ്ങളായി. ബർണാഡ് ഷാ എന്ന് പറയുന്ന ലോകം കണ്ട വലിയൊരു ചിന്തകനുണ്ടല്ലോ, അയാൾ ചോദിക്കുന്നുണ്ട്, ഇസ്ലാം ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിലിജൻ ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ ഏറ്റവും മഹത്തരമായ മതമാണ് ഇസ്ലാം. ഇതുപോലൊരു നല്ല മതം ലോകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന ബർണാഡ് ഷാ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ജീവിച്ചിരുന്നയാളാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, ബട്ട് വെയർ ഈസ് ഇസ്ലാം? എവിടെയാ നമുക്കൊന്ന് ഇസ്ലാം കാണാൻ പറ്റാൻ? സഹാബാക്കളിൽ ഇസ്ലാം കണ്ടിരുന്നു, നമ്മുടെ പൂർവികരിൽ ഇസ്ലാം കണ്ടിരുന്നു, ഇസ്ലാമിന്റെ മാതൃകകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴോ ബട്ട് വെയർ ഈസ് ഇസ്ലാം? മുസ്ലിമിനെ കാണാൻ എവിടെയില്ല. ഒന്നുകിൽ EK സമസ്ത, അല്ലെങ്കിൽ AP സമസ്ത, അല്ലെങ്കിൽ മുജാഹിദ്, അല്ലെങ്കിൽ ജമാഅത്ത്, അല്ലെങ്കിൽ തബ്ലീഗ്, ഇവരെയൊക്കെ നമുക്ക് ലോകത്ത് കാണാം. ഒരു മുസ്ലിമിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരൊക്കെ കാട്ടും പോലെ പ്രതിമണ്ടാക്കി വെക്കേണ്ട ഗതികേടിലാണ് ഇപ്പോ. നല്ലവരാരും ലോകത്തില്ല എന്നതിന്റെ വലിയ അടയാളമാണ് എന്ത് എല്ലാ പാർട്ടിക്കാരും പ്രതിമണ്ടാക്കുന്നത്. ശരിയല്ലേ? കോൺഗ്രസ്സുകാർ ഈ ഗാന്ധിജിന്റെയും നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിന്റെയും ഒക്കെ പ്രതിമണ്ടാക്കി വെക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ജീവിച്ചിരിക്കണവരൊക്കെ പോക്കാം, പക്ഷെ മുമ്പുള്ളവരൊക്കെ നല്ലവരായിരുന്നു അല്ലേ? സഖാവ് കൃഷ്ണപിള്ളന്റെ പ്രതിമയും ഫോട്ടോ ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി വെക്കണത് എന്തുകൊണ്ടാ? അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അയാളുടെ കവളൊക്കെ എങ്ങനെ ഒട്ടിപ്പോയത്? അയാൾ പട്ടിണി കിടന്നിട്ട് അയാൾ ഇങ്ങനെ ആയത് പാർട്ടിക്കും വേണ്ടിയിട്ട്. ഇപ്പോഴോ തടിച്ച് കൊഴുത്തിട്ട് ഓരോരുത്തരുടെയൊക്കെ കോലം എങ്ങനെയാ? ഞാൻ പേരൊന്നും പറയുന്നില്ല, മോശമല്ലേ? ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസ്ഥ, സഖാവ് കൃഷ്ണപിള്ളന്റെ പിൻഗാമികളാണ് പറയുന്നവരുടെ അവസ്ഥ എന്താ? അവർ കോടികൾ ആസ്തിയുള്ളവരാണ്, അവരുടെ ബിസിനസ് സാമ്രാജ്യമാണ്. സ്റ്റേറ്റുകൾക്ക് അപ്പുറം രാജ്യ ഇന്ത്യക്ക് പുറത്തു പോലും ബിസിനസ് ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോ ഒരു ഇസ്ലാം അതേപോലെ ആയി നമ്മളും ഒരു മുസ്ലിമിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. എവിടെ? ബട്ട് വെയർ ഈസ് ഇസ്ലാം? ഒരു സമ്പൂർണ്ണ മുസ്ലിമിനെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ആരെ കാണിച്ചു കൊടുക്കും? നമ്മുടെ ഈ പറയുന്ന സമസ്തയുടെ, അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മുജാഹിദിന്റെ, ജമാഅത്തിന്റെ ഒക്കെ നേതാക്കന്മാരെ കാണിച്ചു കൊടുക്കാൻ പോയാൽ അവരുടെ 100 വൈകല്യങ്ങൾ എണ്ണി ഇങ്ങനെ പറഞ്ഞു തരും ഓരോരുത്തർ. അത് നിറച്ചിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുക. അത് നമ്മളിങ്ങനെ വായിക്കുകയും കാണുകയും ചെയ്യുക, അവർ കാട്ടിയ പൊട്ടത്തരങ്ങളും അവർ ചെയ്ത തെമ്മാടിത്തരങ്ങളും ഒക്കെ. അതുകൊണ്ടാ വിലയില്ലാതായി പോയത്. അതുകൊണ്ടാ സമൂഹത്തിൽ ഇത്ര അംഗീകരിക്കപ്പെടാതെ പോയത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇത് ചെറിയ കാര്യമല്ല. ഇണക്കമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഗുണം. പരസ്പര വിട്ടുവീഴ്ചയാണ്, ബഹുമാനമാണ്. പക്ഷെ ഇന്ന് വല തഫറക്കു, നിങ്ങൾ ഛിന്ന ഭിന്നമാകരുത് എന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഓരോ സംഘടന ഉണ്ടാകുമ്പോഴും പുതിയ പുതിയ ഭിന്നിപ്പാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത് അല്ലേ? ഓരോ സംഘടനയും ഭിന്നിപ്പിനാണ് സഹായിച്ചത്. ആദ്യം ഇവിടെ കോൺഗ്രസ്സുകാരാണ് കേരളത്തിലെ മൗലവിമാർക്ക് സംഘടന ഉണ്ടാക്കിയത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. സമസ്തയെന്നാ വിചാരിച്ചിരിക്കുന്നത്? സമസ്ത എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരുണ്ടാക്കിയതിന്റെ പുതിയ പതിപ്പാണ്. ഈരോട് വെച്ച് 1923 നടന്ന സമ്മേളനം, AICC സമ്മേളനത്തിലാണ് കേരളത്തിലെ പണ്ഡിതന്മാർക്കൊരു പണ്ഡിത സഭ വേണമെന്ന് AICCയിൽ തീരുമാനം വന്നത്. ആ AICC സമ്മേളനത്തിലാണ് കേരളത്തിലേക്ക് ഒരു പണ്ഡിത സഭ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാരനാണ് ഷെയ്ഖുനായുടെ മുമ്പ് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മൗലാന അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ കോൺഗ്രസ്സുകാരനാണ്. മൂപ്പര് പറഞ്ഞത് കേരളത്തിലെ പണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കാം, ഇവിടെ വെച്ചിപ്പോൾ തീരുമാനിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള മൗലാനമാര്, മൊയ്ത് മൗലവി, വക്കം മൗലവി എന്നൊക്കെ പറഞ്ഞില്ല, ഇവരൊക്കെ കൂടിയാൽ പറ്റൂല, ഇവിടെ തന്നെ വേണം പറഞ്ഞു. ഇവിടെ ആകുമ്പോഴല്ലേ അവരുടെ ഇഷ്ടം നടക്കുള്ളൂ. അവരൊക്കെ കൂടി അവിടെ ഉണ്ടാക്കി. അതാണ് കേരള മജ്ലിസുൽ ഉലമ. ആ മജ്ലിസുൽ ഉലമ കേരളത്തിൽ വന്നപ്പോൾ മൗലാന അബ്ദുൽ ബാരി അടക്കമുള്ളവർ അതിനോട് സഹകരിച്ചില്ല. ആ മജ്ലിസുൽ ഉലമയാണ് പിന്നെ ഐക്യസംഘമായി, പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയായി രൂപപ്പെട്ടത്. ആ കേരള ജംഇയ്യത്തുൽ ഉലമന്റെ പേരിൽ സമസ്ത സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഇവർ കേസ് കൊടുത്തത്. KMCD സാഹിബ്, അത് ഞങ്ങളുടെ സംഘടനയാണ്, സമസ്ത ആ പേരിൽ ഉപയോഗിക്കാൻ അവർക്ക് അവകാശമില്ലാന്ന്. ശരിയാണല്ലോ. അപ്പോൾ അതിന്റെ തുടക്കത്തിൽ എന്ത് കൂട്ടിക്കൊടുത്തു?
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് കൂട്ടിക്കൊടുത്തിട്ട് സമസ്ത ഉണ്ടായി. ആ ചരിത്രം പറയാൻ ഇവിടെ സമയമില്ല. അങ്ങനെയാണ് ഓരോ സംഘടന വരുമ്പോഴും എന്തുണ്ടായി? പുതിയ ഭിന്നിപ്പുണ്ടായി, പുതിയ പുതിയ ഭിന്നിപ്പുകൾ. ഇപ്പോൾ ഞാൻ കാസർഗോഡ് എത്തുമ്പോഴേക്കും എന്താവും? നിയമസഭാ ഇലക്ഷനാണ് കൂടി തടസ്സം, അല്ലെങ്കിൽ അതിന് ഉണ്ടാകാനപ്പം നിൽക്കുന്നത്. നിയമസഭ കഴിയുമ്പോൾ നമുക്ക് കാണാം. അത് വിദ്യാഭ്യാസ ബോർഡ് മറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പുസ്തകങ്ങൾ അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് രഹസ്യമായിട്ട് കേൾക്കുന്നത്. അവർ വേറെ പോവും, അതിനുള്ള പണി അവരും തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് നന്നാവുമൊന്നുമില്ല. ഓരോ ഭിന്നിപ്പുകൾ പല തഫറക്കു, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ഒന്നിക്കണം എന്ന്. പക്ഷെ ഭിന്നിക്കാനാണ് ഇവിടെ നോക്കി നമ്മുടെ രാജ്യം അങ്ങനെയായി. യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞ പോലെ സാധാരണ മുമ്പൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതികൾ വരിക. ഇപ്പൊ എങ്ങനെയാ വന്നത്? വോട്ടർ പട്ടിക ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം പരിപാടി വന്നത്. എന്ന പോലെ സമസ്ത അതേ കണ്ടുപഠിച്ചിരിക്കുക. ISR എന്ന് പറഞ്ഞത് ജനങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ്. MSR എന്ന് അവര് പേരിട്ട്. ഇവര് ISR, സമസ്തല്ലത് MSR. മുഅല്ലിമീങ്ങളെ മദ്രസയിൽ നിന്ന് ഒഴിവാക്കിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ത്? മദ്രസയിൽ നിന്ന് പിരിച്ചുവിടാൻ, മുഅല്ലിം എന്നുള്ള അംഗീകാരം എടുത്തു കളയാൻ അതിന് MSR പറഞ്ഞിട്ട് പരിപാടി ഉണ്ടാക്കിയാൽ സമസ്ത. ഇത് സമസ്തനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ എല്ലാ വൈകല്യങ്ങളും ജനങ്ങളെ ബാധിക്കും. യഥാ രാജ തഥാ പ്രജ എന്ന് പണ്ടേ കാരണവന്മാർ പറഞ്ഞു. അതുകൊണ്ടാണ് രാജാവ് എങ്ങനെയാണ് അതുപോലെയാണ് പ്രജകൾ വരിക. അപ്പൊ അവരങ്ങനെയാണ് ഒഴിവാക്കലിന്റെ ആളുകളാ, കൂട്ടിപ്പിടിക്കുന്ന ആളുകളല്ല. അപ്പൊ സമസ്തി അങ്ങനെയായി, മുജാഹിദുകളോ അവരും അങ്ങനെയായി. അതുകൊണ്ട് 5 ഗ്രൂപ്പായത്. ജമാഅത്ത് ഇസ്ലാമിയിലും അങ്ങനെ തന്നെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ഒന്നിക്കുക, കൂട്ടിപ്പിടിക്കുക. അഫ്ളലുൽ അഅ്മാലി ബഅദൽ ഈമാനി ബില്ലാഹി അത്തവദ്ദുദഇലന്നാസി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമല്, മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താ? അത്തവദ്ദുദഇലന്നാസ്, സ്നേഹിക്കുക, മനുഷ്യന്മാരെ സ്നേഹിക്കുക, മാനവികത ലോകത്ത് ഉയർത്തിപ്പിടിക്കുക, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക, അതേപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും എല്ലാ കാര്യത്തിലും അവർക്ക് വേണ്ടിയുള്ള ആ ഗുണമായിരിക്കണം ഒരു മുസ്ലിമിന്റെ ഗുണം. അങ്ങനെയായിരുന്നു നമ്മൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ഖുർആനായി പറയുന്നത് മുഹമ്മദ് നബിയും കൂടെയുള്ള ആളുകളും അവരുടെ ഗുണമെന്ന് പറയുന്നത് അഷിദ്ദാഉ അലൽ കുഫാരി, ശത്രുക്കളോട് കഠോരമായി പെരുമാറുന്നവരാ. ഇസ്ലാമിന്റെ എതിരാളികളോട്, കുഫാറുകളോട് ഒരു വിട്ടുവീഴ്ചയും അവരില്ല. അത്തരം സൗഹൃദങ്ങൾക്കൊന്നും അവരെ കിട്ടൂല. പിന്നെയോ റുഹമാഉ ബൈനഹും, പരസ്പരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പറഞ്ഞ ഒരാളെ അവര് കാഫിറാക്കൂല, അവരൊഴിച്ചു നിർത്തൂല, അവരൊന്നും ചെയ്യൂല. ഒരാളെ, എത്രയോ ചരിത്രങ്ങൾ കാണാലോ, ഒരാളെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഒരു ശത്രുവിനെ, സ്വഹാബത്ത്, ഒരു സ്വഹാബി, ഒരു ശത്രു ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നവനാണ് അവൻ യുദ്ധത്തിൽ. അവനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വഹാബി അവനെ അങ്ങനെ പിന്തുടർന്ന് കൊണ്ടുപോയിട്ട് അവനെ നീക്കി പിന്നാക്കം മാറി അവന്റെ പിന്നിലൊരു മരം. ഇനി അവന് മാറാൻ കഴിയില്ല. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോ മൂപ്പരുടെ സ്വഹാബിയുടെ വാളങ്ങ് പൊങ്ങിയിട്ട്, ഈ വാള്, സ്വഹാബിന്റെ പേര് പറയാത്തത് നിങ്ങൾക്ക് മൂപ്പരോട് വെറുപ്പുണ്ടാകരുത് വിചാരിച്ചിട്ടോ, പേരറിയാഞ്ഞിട്ടൊന്നുമല്ല. ആ സ്വഹാബി വാള് പൊക്കിയിട്ട് ആ വാള് താന്നാൽ ഇയാൾ ചാവും. അതിൽ ഇയാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞു. ഈ കാഫർ അതേവരെ ഒരുപാട് സ്വഹാബികളെ കൊന്ന ആളാ ഇയാള്. രക്ഷല്ലാന്ന് കണ്ടപ്പോ എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു ഇയാൾ. അതിൽ ഈ സ്വഹാബി എന്ത് ചെയ്തു? ആ പൊങ്ങിയ വാള് ഉപയോഗപ്പെടുത്തി ഇയാളെ കൊന്നു. അതിൽ സ്വഹാബത്തി എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ കൊന്നിട്ടുണ്ട് ഇയാള്. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ മകനോടത്. ഹിബ്ബി റസൂലില്ല ഹിബ്ബി ഇബ്നി റസൂലിൽ ഹിബ്ബി, അതേപോലെ റസൂലുള്ളാഹിന്റെ മുഹിബിന്റെ മകനുമാണ് ഈ വ്യക്തി. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ പരാതി എത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ കൊന്നു. അപ്പൊ അള്ളാഹിന്റെ റസൂല് ഇയാള് പറഞ്ഞു, നബിയെ, ഞാൻ ബോധപൂർവം കൊന്നതല്ല, അവൻ ഒരുപാട് സഹാബാക്കളെ കൊന്നവനാണ്, അവൻ അതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷല്ല, അവൻ കുടുങ്ങിന്ന് കണ്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതാണ് നബിയെ എന്നൊക്കെ ഈ സ്വഹാബി പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും?
അവനാ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മഹ്ശറിൽ വരൂലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും എന്നാ റസൂലുള്ളാഹി ചോദിച്ചു. 3-4 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്. അപ്പൊ മഹാനർ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ അമലുകളൊക്കെ പൊയ്ക്കോട്ടെ, ഞാൻ ഇന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ് ആ സ്വഹാബി പറയുന്നത്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ, ഒരുപാട് തിന്മ ചെയ്ത, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്ന, മുഅ്മിനീങ്ങളെ കൊന്ന, സ്വഹാബത്തിനെ കൊന്ന ആളെയാണ് ആ കുടുങ്ങിയ ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കൊന്നത്. അതുപോലും ആരനുവദിച്ചില്ല? അള്ളാന്റെ റസൂൽ അനുവദിച്ചില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പല ഗ്രൂപ്പുകളായി, AP ആയി, EK ആയി, മുജാഹിദായി, ജമാഅത്തായി, അല്ലെങ്കിൽ തബ്ലീഗായി, വേറെ പല സംഘടനകളായി നമ്മൾ പിരിഞ്ഞിട്ട് പരസ്പരം ഇപ്പൊ നമ്മൾ ഈ ആയത്തിന് അർത്ഥം വെക്കുമ്പോ എന്ത് പറയേണ്ടി വരും? നമ്മൾ ആലോചിക്കുക. ഇപ്പൊ എന്താ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സ്നേഹം അണക്കം എങ്ങനെയാ? ഒരു യാത്ര കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, വടക്കോട്ട് പോണുണ്ട്. ഒരു യാത്ര വടക്കുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇനി ഒരു യാത്ര കിഴക്കുന്ന് പടിഞ്ഞാട്ടും പോകുന്നുണ്ട്. അത്ര ആകെ യാത്രകളാ. ഈ യാത്രകളിലൊക്കെ എല്ലാ RSSകാരെയും കയറ്റിയിരുത്തുന്നുണ്ട് അല്ലേ? BJPക്കാരെ കയറ്റുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ കയറ്റുന്നുണ്ട്, മാർക്സിസ്റ്റുകാരെ കയറ്റുന്നുണ്ട്. പക്ഷേ സംസ്ഥാനക്കാരെയോ AP-ക്കാരെയോ കയറ്റൂല. എന്തുകൊണ്ട്? അവര് മുസ്ലിങ്ങളല്ല, അവരെ കയറ്റാൻ പറ്റൂല. ജമാഅത്തുകാരെയും മുജാഹിദീൻ കയറ്റൂല, കാരണം അവര് മുസ്ലിമായി പോയി. മുസ്ലിങ്ങളെ കൂട്ടിപ്പിടിക്കാൻ പാടില്ല, വേറെ എല്ലാ ഖുറാഫികളെയും എല്ലാ കാഫറുകളെയും കൂട്ടിപ്പിടിക്കാം. അപ്പൊ ഈ ആയത്തിന്റെ രൂപം ഇപ്പൊ എങ്ങനെയാക്കി? മുഹമ്മദുർ റസൂൽ. ഇപ്പൊ ഇവിടെ ഇവര് കാണിക്കുന്ന അഷിദ്ദാഉ അലൽ മുഅ്മിനീന, ഈമാനുള്ളവരോട് കഠോരമായി പെരുമാറുകയും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി അവരെ MSR കൊണ്ടുവന്ന് പുറത്താക്കുകയും, റുഹമാഉ അലൽ കുഫാരി ഇലൽ കുഫാർ, കാഫിരീങ്ങളോട് അവർ വളരെ റഹ്മത്തോടുകൂടെ പെരുമാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇത് ഇസ്ലാമാണോ? നമ്മൾ ആലോചിക്കണം. ഇതാണോ ഇസ്ലാം? ഇതിന് ഇസ്ലാം എന്ന് പറയോ? നമ്മൾ എത്ര നിക്കരിച്ചിട്ട് എന്താ കാര്യം? എത്ര നോമ്പ് നോറ്റിട്ട് എന്താ കാര്യം? എത്ര വയല് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ഇസ്ലാമിലാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. നമ്മൾ കാഫിരീങ്ങളെ കൂട്ടുപിടിച്ചത് പോരാ. ഇത് അള്ളാഹുവും അവന്റെ പ്രവാചകരും അവന്റെ സ്വഹാബത്തും ചെയ്തു വന്ന, കൽപ്പിച്ച, പ്രവർത്തിച്ച മാതൃകയുടെ നേരെ വിരുദ്ധമാണ്, തെറ്റാണ്. എന്നിട്ടോ ദ്വാരക്കനോടത്ത് ഒരു കുറവില്ല. ദ്വാരക്കുമ്പോ എന്താ ദ്വാരക്കണത്? എല്ലാവരും ഞാൻ തോരുന്ന തോയ തന്നെ അവരും ദ്വാരക്കണത്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയുള്ള എല്ലാവരും തോർന്നിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, എല്ലാ നജീബ് മൗലവിക്കും, വഹാബികളുടെ KNM-ന്റെ പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനിക്കും, ജമാഅത്തിന്റെ അമീറിനും ഒക്കെ നീ പുറത്തു കൊടുക്കണേ. കാന്തപുരത്തിന് പുറത്തു കൊടുക്കണേ. ഈക്കക്കാരൻ ദ്വാരക്ക, ഈക്കക്കാർക്കൊക്കെ പുറത്തു കൊടുക്കണേ. ജിഫിരി തങ്ങൾക്ക് പുറത്തു കൊടുക്കണേ. ഈക്കക്കാർക്കൊക്കെ പുറത്തു കൊടുക്കണേ എന്ന് AP-ക്കാർ ദ്വാരക്ക അല്ലേ? അതിന്റെ അർത്ഥം അതല്ലേ? ഞാൻ അർത്ഥം വെച്ച് തെറ്റിയതാ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അവിടെ മന്ത്രി വാസനിക്ക് പുറത്തു കൊടുക്കുന്നില്ല, അവിടെ മുഖ്യമന്ത്രിക്ക് പുറത്തു കൊടുക്കുന്നില്ല, അവിടെ ഈ പറയുന്ന എന്താ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പുറത്തു കൊടുക്കുന്നില്ല. അവിടെ പുറത്തു കൊടുക്കാൻ പറഞ്ഞ ആർക്ക്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ജിഫിരി തങ്ങൾക്ക് പൊറുക്കണേ. നമ്മൾ തോരുന്നില്ലേ? ജിഫിരി തങ്ങൾക്ക് പൊറുക്കണേ, ഈക്കക്കാർക്ക് പൊറുക്കണേ, കാന്തപുരത്തിന് പൊറുക്കണേ, കാന്തപുരത്തിന്റെ കൂടെയുള്ളവർക്കൊക്കെ പൊറുക്കണേ, മുജാഹിദുകൾക്ക് പൊറുക്കണേ, ജമാഅത്തുകാർക്ക് പൊറുക്കണേ, തബ്ലീഗുകാർക്ക് പൊറുക്കണേ. മുഅ്മിനും മുഅ്മിനാത്തുമായി ലോകത്ത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണം തമ്പുരാനെ. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇനി എന്ന് മാത്രമല്ല, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, അല്ലാഹിയായി വൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കൊക്കെയും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് ദ്വാരക്കാതിരുന്നാൽ ജുമാ ശരിയാവൂല. ആ ദുആ ഖുത്ബയുടെ റുക്നുകളിൽപ്പെട്ടതാ. അത് ഒഴിവാക്കാൻ പറ്റൂല. പറ്റുകയാണെങ്കിൽ ഇവര് പണ്ടേ ഒഴിവാക്കും. കാരണം നജീബോലിക്ക് പുറത്തു കൊടുക്കണേ, സംസ്ഥാനക്കാർക്ക് പുറത്തു കൊടുക്കണേ, ഇതൊക്കെ ഇതിലുണ്ട്. ഇവര് ദ്വാരക്കുന്നുണ്ട്. ഞമ്മ ദ്വാരക്കുമ്പോ അതായാലും അവരെയൊക്കെ കരുതലുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പാർട്ടിക്കാർ മാത്രമായിട്ട് സ്വർഗത്തിൽ കിടന്നാൽ പോരാ, എല്ലാവരും വേണം സ്വർഗത്തിൽ. മുഅ്മിനീങ്ങളെ ഒക്കെ അല്ലാഹു തആല സ്വർഗത്തിൽ കിടത്തട്ടെ. അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്നിട്ട് അവരോടൊക്കെ വെറുപ്പും വിദ്വേഷവും ശത്രുതയും തൊട്ടുകൂടായ്മയും ഈ പറയുന്ന വിരോധങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന വിഭാഗമായി നമ്മൾ മാറി.
അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. പിന്നെയും നമ്മൾ ഓർക്കുക, വലാ തജിൽ ഫീ ഖുലൂബിനാ, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, അല്ലാഹുവേ ലാ തജിൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, മുഅ്മിനായ ഒരാളോടും ഒരു വെറുപ്പും എൻ്റെ മനസ്സിൽ നീ തരല്ല തമ്പുരാനെ. ഒരു ഏപ്പിക്കാരനോടുള്ള ശത്രുത, ഒരു ഈക്കക്കാരനോടുള്ള വെറുപ്പ്, ഒരു സംസ്ഥാനക്കാരനോടുള്ള പക, ഒരു മുജാഹിദിനോടുള്ള മുജാഹിദായതിന്റെ പേരിലോ ജമാഅത്തായതിന്റെ പേരിലോ ബിദ്അത്ത് എന്ന നിലയ്ക്ക് വിരോധമുണ്ടെങ്കിലും അവൻ മുഅ്മിനാണല്ലോ എന്ന നിലയ്ക്ക് അവനോട് സ്നേഹം വേണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതായിരുന്നു ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം. നോക്ക് നിങ്ങൾ, ഒരു കല്യാണത്തിന് ഇവിടെ ഇവിടെ എടപ്പാളൊരു കല്യാണത്തിന് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അവിടെ ചെന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ അന്നത്തെ അമീർ TK അബ്ദുള്ള മൗലവി അവിടെ ഉണ്ട്. ഇവർ രണ്ടാളും വെല്ലൂർ ബാക്കിയാത്തിലൊപ്പം പഠിച്ച ആൾക്കാരാണ്. പിന്നെ അയാൾ ജമാഅത്തായത്. അപ്പൊ ഇവർ രണ്ടാളും പോയി ഈ KV കൂറ്റനാട് ചെന്ന വഴിക്ക് ഉറക്കെ അസ്സലാമു അലൈക്കും യാ ഹബീബി പറഞ്ഞാല് KV കൂറ്റനാട്. അതിലുണ്ടാവുമല്ലോ മറ്റേ പാർട്ടിക്കാർ. അവർ പറഞ്ഞു, ഈ ജമാഅത്തുകാരനോടാ നിങ്ങൾ സലാം പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായോ. അല്ലാഹു തആല നിന്നെ മരിക്കുമ്പോഴെങ്കിലും സുന്നിയാക്കി മരിപ്പിക്കട്ടെ, അങ്ങനെ നിനക്ക് സലാമത്ത് തരട്ടെ എന്നാണ് ഞാൻ ദ്വാരുന്നത്. ഞാൻ ദ്വാരക്കട്ടെ, അതെന്റെ ബാധ്യതയല്ലേ എന്ന് ചോദിച്ചു ആര്? KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. ആ നിലയ്ക്കുള്ള ഒരു സ്നേഹം പോലും ഇപ്പൊ ഇല്ലല്ലോ. അതിപ്പോ 10-20 കൊല്ലം മുമ്പാണല്ലോ. അവിടെ നിന്ന് പോയി നമ്മള് ഇപ്പൊ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ജാതിയല്ല, ഇപ്പൊ ഗ്രൂപ്പ് കോമരങ്ങളാ ഇസ്ലാമില്. എഴുതുമില്ല, അല്ല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ നമ്മൾ ദ്വാരക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നൊരു വാക്കുകൂടിയുണ്ട്, ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ രക്ഷിതാവേ നീ റഹ്മത്തുള്ളവനും നീ റാഫത്തുള്ളവനും അണക്കമുള്ളവനും നീ ദയയുള്ളവനും കരുണയുള്ളവനുമാണ് തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആവൂല. എനിക്കെന്ത് വേണം? നീ റഹ്മത്തുള്ളവനാവണം, ദയുള്ളവനൊക്കെ ആവണം, ഞങ്ങളോട് കരുണയും ദയൊക്കെ കാണിക്കണം. ഞങ്ങളങ്ങനെയൊക്കെ കാണിക്കില്ല. ഞങ്ങൾ തിരിഞ്ഞു കളയും. ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം സ്വർഗം, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം ജോലി, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം മദ്രസ, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം സുഖം. ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. പശുക്കൾക്കും ബ്രാഹ്മണന്മാർക്കും സുഖമായാൽ ലോകത്ത് എല്ലാവർക്കും സുഖമായി എന്ന് വേദം പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ സുഖമൊന്നും ഞങ്ങൾ നോക്കണ്ട. എത്ര വേദനാജനകമാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥ നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മളതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾക്ക് ഇസ്ലാമാണ് മുഖ്യം. നമ്മൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാവണമെങ്കിൽ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയാ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമാകരുത്, നിങ്ങൾ കക്ഷികളായി പിരിയരുത്, നിങ്ങൾ ഗ്രൂപ്പിന്റെ പേരിൽ തല്ലരുത്, മുസ്ലിമിനെ കാഫറാക്കരുത്. ലാ നക്ഫുറു അഹദൻ മിനൽ അഹ്ലിൽ കിബില, കിബിലന്റെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിക്കരിക്കുന്ന ഒരുത്തനെയും ഞാൻ കാഫറാക്കൂല എന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം ശറഉൽ ഖായിദയിലുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം. വലാ തനാസഉ, ഖുർആൻ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പിണങ്ങരുത്. വലാ തനാസഉ, മുഅ്മിനീങ്ങൾ ഒരു കാരണവശാലും പിണങ്ങരുത്. ഫതഫ്ശലു, നിങ്ങൾ പിണങ്ങിയാൽ നിങ്ങൾ ഭീരുക്കളായി തീരും. ഫതദ്ഹബരീഹുക്കും, നിങ്ങളുടെ വാസന നഷ്ടപ്പെടും. ഖുർആന്റെ ശൈലിയാ. രീഹ് എന്ന് പറഞ്ഞ വാസന എന്നാ. അപ്പൊ ചൂര് നമ്മൾ പണ്ട് പറയില്ലേ, നമ്മളെ കാരണന്മാര് പണ്ട് പറഞ്ഞ ആ പേരും ചൂരും, ആ ചൂര് നഷ്ടപ്പെടും. അതാപ്പ നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. രാഷ്ട്രീയ പാർട്ടിക്കാരെ അല്ലേ? ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നോക്കിക്കണം നിങ്ങൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കക്ഷത്തും എന്തുണ്ട്? ഓരോ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ EK ഗ്രൂപ്പ് 2 കക്ഷത്താ, 2 തോണിയിലാ കാലിട്ടിരിക്കുന്നത്. EK ഗ്രൂപ്പ് അതിലാണോ ഇതിലാണോ ഇപ്പൊ തിരിയില്ല. മലപ്പുറത്ത് എത്തുന്നത് വരെ വേറെ ഗ്രൂപ്പിലായിരുന്നു, തൃശ്ശൂർ ജില്ലയിൽ വരെ മറ്റേ ഗ്രൂപ്പിന്റെ തോണിയിലായിരുന്നു. മലപ്പുറത്ത് എത്തിയപ്പോ എന്തായി? പാണക്കാട്ട് തങ്ങന്മാരുടെ തോണിയിൽ കയറി കുറച്ചു നേരം, പിന്നെ ജില്ല കഴിഞ്ഞപ്പോ പിന്നെ അതാ ഉള്ളത് വെച്ച് അതിൻ്റെ ഒപ്പം കൂടുക. എന്നിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്താ
പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങിടും പോലെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ രാത്രി ഇല്ല, പിന്നെ ഇവരൊക്കെ രാത്രി ഇല്ലാത്തവരാ. ഇവരൊക്കെ എപ്പോഴാ തൗബ ചെയ്ത് മടങ്ങി? പിണറായിയും ഈ പറയുന്നവരൊക്കെ ഏതോട്ടെ, നമ്മളതിനാളല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവരെ നമ്മൾ തിരിച്ചറിയണം, നമ്മളെ ഭിന്നിപ്പിക്കാൻ. ഇവരുടെ ഒക്കെ ലക്ഷ്യം എന്താ? മുസ്ലിങ്ങൾ ഒന്നിക്കരുത്, അവർ ഛിന്ന ഭിന്നമാക്കണം. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി ഛിന്ന ഭിന്നമാക്കിയിട്ട് വടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യമാണ് ഈ വിഭാഗത്തിനൊക്കെ ഉള്ളത്. അത് തിരിച്ചറിയാൻ നമ്മുടെ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് പോലും കഴിയുന്നില്ല. പിന്നെ അനുയായികളുടെ കഥ പറയണ്ടല്ലോ. അല്ലാഹുത്തആല ഇത്തരം വൃത്തികേടുകളൊക്കെ മാറ്റി സമുദായത്തിലെ പരിശുദ്ധ ഖുർആനിന്റെ പൂർവികരായ സ്വഹാബത്തിന്റെ ആ മാതൃക പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മയും നമ്മുടെ സമുദായത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാർട്ടിക്കും ഗ്രൂപ്പിനും അപ്പുറം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഈമാനുള്ളവരാക്കി അല്ലാഹുത്തആല നമ്മളെയൊക്കെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, ഈ സമുദായത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈർ.